മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക് സ്വാഗതം. മലയാളത്തിലെ നിത്യഹരിത ഹാസ്യചിത്രമായ പഞ്ചാബി ഹൗസിന് 18 വർഷം തികയുകയാണ്. 18 വർഷങ്ങൾക്കിപ്പുറവും പഞ്ചാബി ഹൗസിലെ രമണനാണ് മലയാളിയുടെ ഹാസ്യബോധത്തിൽ, മലയാളിയുടെ ട്രോളുകളിൽ ഇപ്പോഴും നിറയുന്നത്. ഈ വേളയിൽ തോപ്പിൽ ജോപ്പൻ എന്ന പുതിയ സിനിമയിലൂടെ വീണ്ടും ഒരു മികച്ച കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ് ഹരിശ്രീ അശോകൻ. അദ്ദേഹമാണ് ഇന്ന് അതിഥി. സ്വാഗതം. 18 കൊല്ലത്തിന് ശേഷവും ഇപ്പോഴും മലയാളി ട്രോൾ ഇറക്കുമ്പോൾ രമണനാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കോമ്പണൻറ്റ്. അങ്ങനെ മലയാളിയുടെ ഹാസ്യബോധത്തെ വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു നടനാണ് ഹരിശ്രീ അശോകൻ. താങ്കളുടെ അഭിനയ യാത്ര ഈ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇത്രയും കാലം എന്തു ചെയ്തു എന്ന്? ഞാൻ ചെയ്ത വേഷങ്ങളൊക്കെ എല്ലാ വേഷങ്ങളും അല്ല, ചില വേഷങ്ങളൊക്കെ നന്നായി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടതിൽ. പിന്നെ നമുക്ക് എല്ലാ വേഷങ്ങളും നല്ല വേഷങ്ങൾ കിട്ടുന്നില്ല. നമുക്ക് കിട്ടുന്ന വേഷങ്ങൾ ഒത്തു കിട്ടുന്നതാണ് അതൊക്കെ, അല്ലാതെ നമ്മളായിട്ടുണ്ടാകുന്നതല്ലാതെ. നമ്മളതിൽ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് കഥാകൃത്താണ്. ആ കഥാകൃത്ത് ഉണ്ടാക്കി വെക്കുന്ന ഒരു കഥാപാത്രത്തെ നമ്മളിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. അത് ശരിക്കും സ്റ്റഡി ചെയ്തിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതെൻ്റെ ഒരു വിജയമാണ്. അത് ജനങ്ങളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ചിത്രത്തിൽ ആ കഥാപാത്രത്തെ സൃഷ്ടിച്ച റാഫി മക്കാട്ടിന് തന്നെയാണ് 100 മാർക്ക്. പിന്നെ അത് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, ദൈവാനുഗ്രഹമുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ അത് ഇപ്പോഴും നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എത്ര ജന്മകൾ ചെയ്താലും എവിടെ ചെന്നാലും ഒക്കെ, ലോകത്തെവിടെ ചെന്നാലും, കാരണം ഒരുപാട് രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്, അവിടെയൊക്കെ ചെല്ലുമ്പോഴൊക്കെ എപ്പോഴും ആദ്യം പറയുന്ന ഒരു കഥാപാത്രം പഞ്ചാബി ഹൗസിലെ രമണനെ കുറിച്ചിട്ടാണ്. അത്രമാത്രം ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു എന്ന് പറയുമ്പോൾ ആ കഥാപാത്രം വളരെ പൂർണ്ണമായി എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും രമണനെക്കുറിച്ചും പഞ്ചാബി ഹൗസിനെ കുറിച്ചും പറയേണ്ടി വരുന്നത് അതേമാതിരി നന്നായി ചിരിപ്പിക്കാൻ കഴിയുന്ന സിനിമകളും കഥാപാത്രങ്ങളും ഇപ്പോൾ ഉണ്ടാകാത്തത് കൊണ്ടല്ലേ? അല്ല, പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ഒരു സിനിമ ഇനി ഉണ്ടാകാൻ പാടില്ല. കാരണം അത് പഞ്ചാബി ഹൗസ് ഉണ്ടായി കഴിഞ്ഞല്ലോ. ചിലർ സിനിമയുടെ കഥ പറയാൻ വേണ്ടി വരുമ്പോൾ പറയും ഇത് പഞ്ചാബി ഹൗസ് പോലത്തെ ഒരു കഥയാണ്. പഞ്ചാബി ഹൗസ് പോലത്തെ ഒരു കഥ വേണ്ട ഇനി, കാരണം അത് വന്നല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഇനി ഉണ്ടാകേണ്ട കാര്യമില്ല. അതുപോലല്ല വേറൊരു കഥാപാത്രം അതുപോലെ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. പഞ്ചാബി ഹൗസിലെ രമണ പോലത്തെ ഒരു കഥാപാത്രം ഇനി ഉണ്ടാവേണ്ട കാര്യമില്ല. വേറൊരു കഥാപാത്രം നല്ലതുണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മളെ ഈ കഥാപാത്രം, ഇപ്പോൾ പറക്കുംതളിയ എന്ന് പറയുന്ന ചിത്രത്തിലെ കഥാപാത്രം വേറെ സ്റ്റൈലാണ്. അതുപോലെ റൺവേ എന്ന് പറയുന്ന ചിത്രത്തിലെ കൊച്ചി രാജാവ്, CID മൂസ, ഇതൊക്കെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞത് രമണനാണ്. മറ്റു സിനിമകളെ പോലെ തന്നെ രമണൻ കുറച്ച് കൂടുതൽ പതിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് 18 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് മലയാള സിനിമയിൽ ചെയ്ത ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും ട്രോൾ ഇറങ്ങിയിട്ടുള്ള വേറൊരു കഥാപാത്രത്തെ ഇത്രയും വർഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഏറെക്കാലത്തിന് ശേഷം തോപ്പിൽ ജോപ്പൻ്റെ ഒരു വിവാഹ ബ്രോക്കറുടെ വേഷവുമായി വരുന്നു. ആളുകളുടെ മനസ്സിൽ ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു നടനാണ് ഹരിശ്രീ അശോകൻ. അവരുടെ ആ പ്രതീക്ഷയെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ മികവുറ്റ ഒരു കഥാപാത്രവുമായി വരാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം തോപ്പിൽ ജോപ്പനിലെ ഈ വേഷം ചെയ്തു കഴിയുമ്പോൾ ഉണ്ടോ? അതെ, അതിലെനിക്ക് തന്നിരിക്കുന്ന വേഷം ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അത് കണ്ടവരും അത് തന്നെയാണ് പറയുന്നത്. താങ്കളുടെ സിനിമാ ജീവിതത്തിന് 30 വർഷം പൂർത്തിയാവുന്ന വേളയാണ് ഇത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 86-ൽ പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ, ഇപ്പോൾ 30 വർഷം പൂർത്തിയാവുന്നു. ഈ 30 വർഷത്തിനിടയിൽ താങ്കളുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുള്ള നിരവധി ഹാസ്യ വേഷങ്ങളുണ്ട്, അതല്ലാത്ത വേഷങ്ങളുണ്ട്. ഇപ്പോൾ ആകാശം എന്ന സിനിമയിലെ അതിഗൗരവ പ്രകൃതിയായ ഒരു മെക്കാനിക്കിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുള്ളൊരു വേഷം, അങ്ങനെ ഇടയ്ക്ക് ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായി ലഭിച്ചിട്ടുള്ള താങ്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വേഷങ്ങൾ, അതെല്ലാം കൂടി ചേർന്നതാണ് താങ്കളുടെ 30 വർഷത്തെ ഈ സിനിമാ ജീവിതം. പഞ്ചാബി ഹൗസിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ അത് അവസാനിച്ചു എന്ന് പറയുമ്പോൾ തന്നെയും അത് അവസാനിക്കില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ താങ്കളുടെ വീടിൻ്റെ പേര് തന്നെ പഞ്ചാബി ഹൗസ് എന്ന് തന്നെയാണ്. ഈ നിമിഷം ഈ കഴിഞ്ഞ സിനിമാ ജീവിതങ്ങളിലൂടെ, മിമിക്രി കാല ജീവിതങ്ങളിലൂടെ, SSLC കഴിഞ്ഞ ഒരു പിക്കാസും എടുത്ത് റോഡ് പണിക്ക് ഇറങ്ങിയ ആ പയ്യനിൽ നിന്ന് ഉള്ള കാലങ്ങളെ എങ്ങനെ ഓർക്കുന്നു? ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് അഭിനയത്തോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ പഠിച്ചു കഴിഞ്ഞ് SSLC പാസ്സായ സമയത്തും എനിക്ക് തുടർന്ന് പഠിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് യൂണിവേഴ്സിറ്റി വിന്നറാവണമെന്നായിരുന്നു മോണോ ആക്ട് മിമിക്രിയിൽ. അതായിരുന്നു ആദ്യത്തെ എൻ്റെ എയിം. യൂണിവേഴ്സിറ്റി വിന്നറായാൽ മാത്രമേ ഒരു തികഞ്ഞ കലാകാരൻ, ഒരു മിമിക്ക് അല്ലെങ്കിൽ ഒരു കൊമേഡിയൻ എന്ന് പറയുന്ന ഒരാളാകാൻ കുറച്ച് ചാൻസ് ഉണ്ടെന്നൊക്കെ അന്ന് തോന്നിയിരുന്നു എനിക്ക്. പക്ഷെ അന്ന് കോളേജിൽ പോകാനും പറ്റിയില്ല, വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം പറ്റിയില്ല. അപ്പോൾ അവിടെ നിന്ന് പിന്നെ എൻ്റെ മനസ്സിൽ എന്നാൽ പിന്നെ യൂണിവേഴ്സിറ്റി വിന്നറായ ഭയങ്കര അട്രാക്ഷനാണ്, എല്ലാവരും യൂണിവേഴ്സിറ്റി വിന്നറാണ് പോകുന്നത്, ഒരു സിനിമാ നടനാണ് പോകുന്നത് എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു അന്ന്.
എന്നാൽ പിന്നെ എനിക്ക് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇനി ഞാൻ പ്രൊഫഷണലായിട്ട് എന്നെ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറണം എന്നൊരാഗ്രഹം അന്ന് തുടങ്ങി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അന്ന് 77 ഞാൻ SLC പാസ്സായിട്ട് ഞാൻ പിക്കാസെടുത്ത് റോഡ് കുത്തിപ്പൊളിക്കാൻ ടെലിഫോൺസിൽ ഇറങ്ങുമ്പോഴും ഞാൻ കിട്ടുന്ന സമയങ്ങളിലെല്ലാം സ്റ്റേജിൽ ഷോ ചെയ്യാറുണ്ട്. ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ നാടകത്തിൽ ഞാൻ പോകുന്നതും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൊച്ചിൻ നാടകവേദി എന്ന് പറയുന്ന കൂലഞ്ചൻ്റെ ട്രൂപ്പിലാണ്. അതിലും കൊമേഡിയനായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. പക്ഷേ പ്രൊഫഷണലായിട്ട് അങ്ങനെ പോയെങ്കിൽ അത് ബൈബിൾ നാടകമായതുകൊണ്ട് അത്രയ്ക്കും നമ്മൾ പെട്ടെന്ന് പോപ്പുലർ ആവില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും അത് കലാഭവനിലേക്ക് അഡ്വക്കേറ്റ് പ്രകാശ് എന്ന് പറയുന്ന സെക്രട്ടറി സാർ, അവിടുത്തെ സെക്രട്ടറി, അദ്ദേഹം എന്നെ ഒന്ന് വിളിക്കുന്നു. കലാഭവൻ്റെ ഗാനങ്ങളുടെ ഇൻ്റർവെല്ലിന് ഞാൻ മിമിക്രി പറയുന്നു. അവിടെ കുറേ കൂടി പോപ്പുലറായി. അപ്പോൾ എനിക്കൊന്ന് കൊള്ളാം, ഈ മേഖലയാണ് കുറച്ചുകൂടി നല്ലത്. അവിടെ നിന്നാണ് പിന്നെ പരേഡിൽ, മിമിക്സ് പരേഡിൽ കയറുന്നത്. അവിടെ നിന്ന് ഹരിശ്രീയിൽ വരുന്നു. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹം മനസ്സിൽ സിനിമയൊന്നും അല്ലായിരുന്നു. എനിക്ക് കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്യണം എന്നായിരുന്നു. അത് തമാശയിലൂടെ മാത്രമായിട്ട് അങ്ങനെ കടന്നു പോകുന്ന കുറേ കഥാപാത്രങ്ങൾ ചെയ്യാൻ, ഏറ്റവും ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് മിമിക്രി എന്ന് പറയുന്നത്. നാടകം എന്ന് പറയുന്നത് ഒരു വർഷം ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുള്ളൂ പ്രൊഫഷണലായിട്ട് ചെയ്താൽ. മിമിക്രിക്ക് പല ക്യാരക്ടേഴ്സും ചെയ്യാം. കാരണം ഒരുപാട് കഥാപാത്രങ്ങളെ ഒബ്സർവ് ചെയ്യാനും ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനും പറ്റിയ ഒരു അവസരം എനിക്ക് ശരിക്കും മിമിക്രിയിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ്. അത് സിനിമയിൽ എനിക്ക് വളരെയധികം ഗുണം ചെയ്തിരുന്നത്. ഈ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും സ്റ്റേജിൽ സജീവമാവുകയാണ് താങ്കൾ? അല്ല, സ്റ്റേജിലേക്ക് മാത്രമായിട്ടല്ല. സ്റ്റേജ് ഷോ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ ചെയ്തിരുന്നു സ്റ്റേജ് ഷോ. പിന്നീട് ഞാൻ സിനിമയിൽ വന്നപ്പോൾ തിരക്ക് കാരണം എനിക്ക് സ്റ്റേജ് എന്ന് പറയുന്നതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് ശരിക്കും അറിയാവുന്നതാണ്. കുറേ വർഷമായിട്ട് നമ്മളൊരു സ്ഥലത്ത് ചെല്ലാമെന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് ചെന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം നമ്മളെ കണ്ട് ഒരു പ്രോഗ്രാം അവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് പുറപ്പെടുകയും കൃത്യസമയത്ത് എത്തുകയും കൃത്യസമയത്ത് നടത്തുകയും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. സിനിമയിൽ വന്നപ്പോൾ അത് തുടങ്ങാൻ തിരക്കുള്ളപ്പോൾ പോകാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ എനിക്കധികം പടങ്ങൾ ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് പടങ്ങളും കുറവാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്നിൽ നിന്നുള്ള കലാകാരനെ അവിടെ ഇങ്ങനെ തളർന്നു പോകണ്ട എന്ന് കരുതിയിട്ട് സ്റ്റേജ് ഷോ ചെയ്തു. പക്ഷേ സ്റ്റേജ് ഷോ എന്ന് പറയുന്നത് എൻ്റെ ഒരു അനുഭവം, അതിൻ്റെ ഒരു ഗുണവും അതിൻ്റെ ഒരു എല്ലാം ഭയങ്കര ഡിഫറൻ്റാണ് സിനിമയൊക്കെ. ആ ടെൻഷനൊക്കെ ആസ്വദിക്കുന്നുണ്ടല്ലേ? ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതൊരു അല്ല, ഇപ്പോൾ അങ്ങനെ ടെൻഷൻ ഇല്ല എനിക്ക്. ഇപ്പം അത്രയും സിനിമ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സൗകര്യം, എനിക്ക് ഇഷ്ടപ്പെട്ട ഷോ ആണ് ഞാൻ പിടിക്കുന്നത്. ആദ്യത്തെ സിനിമകളിൽ നമ്മൾ റാംജി റാവു സ്പീക്കിങ്ങും ഗോഡ് ഫാദറും എടുത്താൽ വളരെ ചെറിയ റോളായിരുന്നു. പക്ഷേ ഇപ്പോഴും ആ റോളുകൾ മുതലാളി എൻ്റെ വായിൽ തുപ്പിയതുകൊണ്ടല്ലേ ഞാൻ തുപ്പുന്നതെന്ന് പറയുന്നതായാലും അല്ലെങ്കിൽ സന്ധ്യാവേ എന്ന് ജനാർദ്ദനൻ വിളിക്കുന്നതായാലും ഒക്കെ ഇപ്പോഴും ആളുകൾക്ക് അവരുടെ മെമ്മറിയിലുണ്ട്. അത് ആ സിനിമകൾ വല്ലാതെ അങ്ങ് പോപ്പുലർ ആയതുകൊണ്ടാണോ അതോ താങ്കൾ വളരെ ചെറിയ വേഷമായാലും കിട്ടിയത് അതിമനോഹരമായി അഭിനയിച്ച് ഫലിപ്പിച്ചത് കൊണ്ടാണോ? ആ പടം ഓടിയില്ലായിരുന്നെങ്കിൽ എന്നെ കാണില്ല അതിൽ. കാരണം ഒരു ചെറിയ ഡയലോഗുള്ള ഒരു ചെറിയ വേഷമാണെങ്കിലും പടം ഓടിയാലേ ശ്രദ്ധിക്കുള്ളൂ. ഓടാത്ത പടങ്ങളിൽ നമ്മൾ വലിയ വേഷം ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം ജനങ്ങൾ കാണണ്ടേ, കണ്ടാലല്ലേ ജനങ്ങളുടെ മനസ്സിൽ ഈ ക്യാരക്ടർ പതിയുള്ളൂ. അപ്പോൾ ചെറിയ വേഷമാണെങ്കിലും ഓടുന്ന സിനിമയിൽ ഒരു സീനാണെങ്കിലും അഭിനയിച്ചാൽ ജനങ്ങളുടെ മനസ്സിൽ ആ ക്യാരക്ടർ ഉണ്ടാവും. സജീവമായിരുന്ന കാലത്ത് കോമഡിക്ക് പുറത്തുള്ള വേഷങ്ങൾ കൂടി ചെയ്ത് ശ്രദ്ധ നേടാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടം അടയാളപ്പെടുത്താൻ കഴിയാതെ പോയതിൽ നിരാശയുണ്ടോ ഒരു നടൻ നിലയ്ക്ക്? നിരാശയൊന്നുമില്ല എനിക്ക്. ഞാൻ ഇവിടം വരെ എത്തിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവനാണ്. പിന്നെ എനിക്കിതിൻ്റെ നിരാശ, സന്തോഷം മനസ്സിലുണ്ടെങ്കിൽ പിന്നെ നിരാശപ്പെട്ട കാര്യമില്ലല്ലോ. പ്രേക്ഷകരുടെ മനസ്സിൽ എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന ഓർമ്മകളെല്ലാം തമാശ കഥാപാത്രങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഒരു സ്വഭാവ വേഷം കൂടി അടയാളപ്പെടുത്താൻ കഴിയാത്തതിൽ ഒരു നിരാശ ചെറുതെങ്കിലും ഉണ്ടോ എന്നാണ്? ഇല്ല, ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുള്ളൂ, നിരാശയൊന്നുമില്ല. കിട്ടിയാൽ ചെയ്യുക, അത് ഭംഗിയായിട്ട് ചെയ്യുക, നന്നായിട്ട് പഠിച്ച് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹം. ആകാശം എന്ന സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചത്? അത് നല്ലൊരു വേഷമായിരുന്നു. അല്ല, ആകാശം എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നത് തന്നെ ഇവിടുത്തെ നടികർ തിലകം എന്നല്ലെങ്കിൽ എല്ലാവരും ആരാധിക്കുന്ന, കേരളം ആരാധിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ ആരാധിക്കുന്ന എന്ന് പറയാം, രജനീകാന്തിൻ്റെ ശിവാജി എന്ന് പറയുന്ന പടത്തിൻ്റെ ഓപ്പോസിഷനാണ് എൻ്റെ പടം. അപ്പോൾ തന്നെ ആലോചിക്കാനുള്ളത് എന്താ പറ്റിയെന്നുള്ളത്, വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇതിൽ. കാരണം ആ സിനിമ റിലീസ് ചെയ്യരുത് ഇപ്പോൾ എന്ന് ഞാൻ പറഞ്ഞതാണ്. അത് അങ്ങനെയുള്ളൊരു ഫിലിമാണ്. അത് രജനീകാന്തിൻ്റെ പടത്തിൻ്റെ ഒപ്പം കൊണ്ടിട്ട് വെട്ടാൻ ഒന്നുമല്ല. അതൊരു ചെറിയ സിനിമയാണ്, അതൊരു നല്ല സീരിയസ് സബ്ജക്റ്റാണ്, നന്നായിട്ട് ചെയ്തു എന്നുള്ളത് പല പ്രേക്ഷകരും കണ്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില പടത്തിൻ്റെയൊക്കെ അവസ്ഥ അതാണ്. നമ്മൾ എത്ര നന്നായിട്ട് ചെയ്താലും എത്ര നന്നായിട്ട് സിനിമ ഒരുങ്ങി വന്നാലും ശരിയാണ്, ചില സമയങ്ങൾ കൊണ്ടിട്ട് ആ സിനിമയെ ബാധിക്കാറുണ്ട്. അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഒരു അവാർഡിന് പോലും ആ സിനിമ അഴച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഒന്നുമില്ലെങ്കിൽ അതിൽ നല്ലൊരു തിരക്കഥക്കുള്ളൊരു അവാർഡ് തീർച്ചയായിട്ടും കിട്ടിയേനെന്ന്, ആ സമയത്ത് കിട്ടിയേനെന്നുള്ളത് ടി റസാഖിന് കിട്ടിയാണെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അവാർഡിന് അയക്കുക എന്നുള്ളത് അത്ര പ്രയത്നം വേണ്ട ഒരു സംഗതി അല്ലല്ലോ. അതൊക്കെ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. നടനല്ല, നടന് പറയാനേ പറ്റുള്ളൂ, അത് അഴിച്ചൂടെ
എന്നേ പറയാൻ പറ്റില്ല. അളക്കേണ്ടത് അവരാണ് തീരുമാനിക്കേണ്ടത്. മലയാള സിനിമയിൽ കൊമേഡിയന്മാർക്ക് ഓരോരുത്തർക്കും ഓരോ സീസണുണ്ടോ? ജഗദീഷ് ശ്രീകുമാർ, ജഗദീഷ്, ഹരിസി അശോകൻ, സലീം കുമാർ, സുരാജ് വെഞ്ഞാറമൂട്, ഓരോ കാലത്തും നായകനൊപ്പം തമാശ കൈകാര്യം ചെയ്യുന്ന നടന്മാർ വേഗത്തിൽ മാറിക്കൊണ്ടേയിരിക്കുന്നു. മറ്റുള്ളവർ ചിലപ്പോൾ പെട്ടെന്ന് വിസ്മൃതിയിലേക്ക് പോവുകയും ചെയ്യും, തിരക്ക് കുറയും. അങ്ങനെ മലയാളത്തിൽ ഈ നായകനൊപ്പം സജീവമായി നിൽക്കുന്ന ഈ കഥ ഇത്തരം നടന്മാർക്ക് സീസണുണ്ടോ? ഒരു സീസൺ കഴിയുമ്പോൾ അവരങ്ങ് ഔട്ടാവും. എല്ലാവരും പറയുന്നത് ഒരു പടം ചെയ്ത് ഞാനൊരു പടത്തിൽ അഭിനയിച്ച് ഹിറ്റായി കഴിഞ്ഞാൽ നല്ല വേഷം ദേഷ്യം തിരിച്ചു വരുന്നു. ഇത് എവിടെ തിരിച്ചു വരാൻ ഞാൻ എവിടെ മടങ്ങിപ്പോയി അവലോടത്ത്. ആരും എങ്ങും പോയിട്ടില്ല. മമ്മൂക്കാട്ടത്തി വെച്ച് കഴിഞ്ഞ ദിവസം 2 വർഷമായിട്ട് അയാൾ പടങ്ങളൊന്നും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ വീട് പണിയും എൻ്റെ വൈഫ് എൻ്റെ മോളുടെ കല്യാണമൊക്കെ ആയിട്ട് 2 വർഷം നല്ല എൻഗേജായിരുന്നു. ആ സമയത്ത് 7 പടങ്ങളാണ് ഞാൻ വിട്ടത്. കാരണം വേറൊന്നും കൊണ്ടല്ല, അതുകൊണ്ട് ലാഭം എൻ്റെ വീട് വെക്കാനായിട്ട്. വേണമെങ്കിൽ തിരിച്ചു വരുന്നു എന്നുള്ളത് BMW കാറിൽ തിരിച്ചു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. BMW കാർ വന്നുകൊണ്ട് കാറിൽ വന്നുള്ളൂ, അത് തിരിച്ചു വന്നല്ല, ഫ്രഷാണത്. അതിനെക്കുറിച്ചും ട്രോള് വന്നു ഒരുപാട്. ഈ ട്രോളുകൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ കോമഡിൻ്റെ അകത്ത്. പക്ഷേ നല്ല രസത്തോട് ചിലതൊക്കെ വായിക്കാം, ചിലത് ഭയങ്കര വേദനിപ്പിക്കുന്ന ട്രോളുകൾ. എന്നെക്കുറിച്ചല്ല, പലതും വായിക്കാറുണ്ട്, വളരെ മോശമാണ്. പക്ഷേ ഈ BMW കാറിൻ്റെ വാർത്ത വന്നപ്പോൾ ഈ 30 വർഷത്തെ സിനിമാ ജീവിതം, കഠിനാധ്വാനം, കലാകാരൻ, അതിനുള്ള പല ചെറിയ നേട്ടങ്ങളിലൊന്ന് സന്തോഷം, നന്മകൾ, ആശയഘട്ട എന്നുള്ള കമൻറ്റുകൾ അതിൽ വരുന്നുണ്ട്. അതെ, പക്ഷേ ഞാനെപ്പോഴും ഒരു മറുപടി കൊടുത്തില്ല. എൻ്റെ കൂട്ടുകാർ, എൻ്റെ മോൻ്റെ ഒരാഗ്രഹം, എൻ്റെ മോളുടെ ഒരാഗ്രഹമാണ് കാറ്. എനിക്കൊരു ഇന്നോവ കാറുണ്ട്. എനിക്ക് യാത്ര ചെയ്യാനും സൗകര്യമാണ്, എനിക്കും അത് തന്നെ മതി. കാരണം എനിക്ക് എപ്പോഴും, ഞാൻ ആദ്യം ജീവിതത്തിൽ എടുക്കുന്നത് ഒരു സ്കൂട്ടറാണ്, അതിനുശേഷം ഒരു സെക്കൻഡ് ഹാൻഡ് 800 വണ്ടിയാണ്, പിന്നെ ഒരു സാൻഡ്രോയാണ്. അങ്ങനെ എൻ്റെ കയ്യിൽ എനിക്ക് നിൽക്കുന്നതായിരിക്കണം എപ്പോഴും. എനിക്കൊരു കടം വരാൻ പാടില്ല, അങ്ങനെയൊക്കെ ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല. കൊടുക്കാനുണ്ടെങ്കിൽ അത് സമയത്ത് കൊടുക്കുക എന്നുള്ളതാണ്, കിട്ടാനുണ്ടെങ്കിൽ ചോദിക്കാൻ എനിക്ക് മടിയാണ്. അപ്പോൾ ഇത് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏകദേശം കഴിഞ്ഞു. എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞു, അവൾ ഖത്തറിൽ ജോലിയുണ്ട്, എൻ്റെ മകന് ജോലിയുണ്ട്, അവനിപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഫ്രീ ആണ്. എനിക്ക് ആവശ്യത്തിന് സിനിമകൾ ചെയ്യാം, എനിക്ക് ആവശ്യമുള്ള പരിപാടി ചെയ്യാം, ഞാൻ ഹാപ്പിയാണ്, എനിക്ക് പട്ടിണിയില്ല. അപ്പോൾ ഇവർ പറഞ്ഞെന്താ വെച്ചാൽ, അച്ഛനൊരു കാർ എടുക്കും. എനിക്കിപ്പോൾ സത്യം പറഞ്ഞ് ഇപ്പോഴാ കാറിലിരിക്കാൻ ചമ്മല. എനിക്ക് അവിടെ ഒരു ഫ്രണ്ടിൽ നെറ്റില്ല, ഒരു ഫ്രണ്ടിൽ നെറ്റ് പിടിപ്പിക്കണം, എന്നാലും എനിക്ക് എൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ പഴയ ഇന്നോവൻ എനിക്കിഷ്ടം, സഞ്ചരിക്കാനൊരു ഒരു ചമ്മലില്ലാതെ പോവാം. പിന്നെ കുറച്ച് നാൾ ചിലപ്പോൾ അതിൽ സഞ്ചരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക് ശരിയാവുമായിരിക്കും. കുറേ കാലം ഒരു ട്രെൻഡിലൊപ്പം നിൽക്കുന്ന ആൾക്കാരെ ഒരു വിജയ ഫോർമുല എന്ന നിലയ്ക്ക് അയാളെ കൂടി ഉൾപ്പെടുത്തിയ ഒരു സിനിമ എടുത്തു പോകാം. അങ്ങനെയാണല്ലോ ഓരോ കാലത്ത്. ഇപ്പോൾ ഏറ്റവും അവസാനം അജു വർഗീസ് എന്നൊക്കെ എടുത്തു നോക്കിയാൽ ഒരു ഫോർമുലയുടെ ഭാഗമായി മാറുകയാണ്. ഫ്രഷ് ആകലാണ്. അതായത് എപ്പോഴും നമ്മളെ കണ്ട് മടുത്ത് ചെയ്യാൻ നേരത്ത് വേറൊരാൾ വരാൻ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഇപ്പം ഞാൻ ദിലീപിനോട് കുറേ പടങ്ങൾ ചെയ്തു, അത് കണ്ട് ജനങ്ങൾ മടുക്കും കുറേ കഴിയും. കാരണം ഞങ്ങൾ നമ്മൾ കോമ്പിനേഷൻ കെമിസ്ട്രി ചെയ്ത പടങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അതിനുശേഷം ദിലീപിൻ്റെ കൂടെ വേറൊരു പുതിയൊരു ആർട്ടിസ്റ്റ് വരാൻ അത് കുറച്ചും കൂടി ഫ്രഷ് ആവും. അതിനെ സംഭവിക്കുന്നത് അത് എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് നസീർ സാറിൻ്റെ കാലം തുടങ്ങിയേ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മാറി വന്നിട്ടുണ്ട്. അവരുടെ കാലങ്ങളിൽ വേറെ ഉണ്ടായില്ലാരും. ഒരു അടൂർ ബാസി സാറും ബദൂർ സാറും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആൾക്കാർ ഒരുപാട് ആർട്ടിസ്റ്റുകൾ കൂടുതൽ വന്നപ്പോൾ അവരെയൊക്കെ വെച്ച് ഉപയോഗിച്ചിട്ട് ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഇവരുടെ തമാശയിൽ പരമാവധി ഉപയോഗപ്പെടുത്തുക, പിന്നെ ഫ്രഷ്നെസ്സിന് വേണ്ടി മാറ്റുക. അത് ആ സമയത്ത് ഈ ഇദ്ദേഹം ഉപേക്ഷിക്കപ്പെടുകയാണോ ചെയ്യുക, അതോ അവരെ പുതിയതായി പരീക്ഷിക്കാൻ പുതിയ മേഖലകളിൽ പുതിയ അഭിനയ സാധ്യതകളിലേക്ക് ഉപയോഗപ്പെടുത്താൻ ഒട്ട് തയ്യാറാവുന്നുമില്ല? അങ്ങനെ പരമ്പരാഗതമായി അത് കഴിഞ്ഞു, അവരുടെ സീസൺ കഴിഞ്ഞു നിലയിലാണോ സംവിധായകരുടെ സമീപനം? അല്ല, ഉപയോഗപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ തോപ്പിൽ ജോപ്പിൽ ഞാൻ അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? തമാശയല്ലാതെ മറ്റ് വേഷങ്ങളിലേക്ക് കൂടി പരിഗണിക്കേണ്ടവരാണ് ഇവരെന്ന്. അതെ, അങ്ങനെയാണല്ലോ ഞാൻ മറ്റേ രഞ്ജിയുടെ പടത്തിൽ അഭിനയിച്ചു, 2 പടത്തിൽ അഭിനയിച്ചു, സുന്ദർദാസിൻ്റെ പടത്തിൽ അഭിനയിച്ചു. വ്യത്യസ്തമായ വേഷങ്ങളാണല്ലോ അത്. ഈ ദിലീപുമായിട്ടുള്ള താങ്കളുടെ സിനിമയിലെ ഒരു ബന്ധം, ഇപ്പം താങ്കളുടെ വിജയ സിനിമകളുടെ ഒക്കെ കൂടെ ദിലീപ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദിലീപിൻ്റെ വിജയ സിനിമകളിലൊക്കെ താങ്കളുണ്ട്, അല്ലെങ്കിൽ താങ്കളുടെ വിജയ സിനിമയിലൊക്കെ ദിലീപുണ്ട്, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു കെമിസ്ട്രി എങ്ങനെയാണ്? ദിലീപ് ഞാനായിട്ട് കുറേ കാലം ഞങ്ങൾ സ്റ്റേജിലുണ്ടായതാണ്. ഭയങ്കര ഫ്രീ ആണ്. ഇപ്പം ഞാനെന്ത് പറയുന്നു എന്നുള്ളത് ദിലീപിനറിയാം, എൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ പോകുന്നത് എന്താണെന്നറിയാം. അപ്പോൾ ഒരു സീൻ ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കും. പിന്നെ ഇതൊക്കെ സ്ക്രിപ്റ്റ് തന്നെയാണ്. നല്ലൊരു കഥ ഉണ്ടാകുക, നല്ല തിരക്കഥ ഉണ്ടാകുക, അത് നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തിയെടുക്കുക, അത് ഇറങ്ങുന്ന കാലാവസ്ഥ നന്നാവുക, അത്രേ ഉള്ളൂ. വേറെ അതിൻ്റെ അകത്തൊരു ദിലീപും ഇല്ല, ഒരു അനുസരിച്ചവനും ഇല്ല. ഈ കാലാവസ്ഥ പ്രധാനമാണല്ലേ? എപ്പോൾ എങ്ങനെ ഇറങ്ങുന്നു, എപ്പോൾ ഇറങ്ങണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ആകാശം സൂപ്പർ ഹിറ്റ് ആകേണ്ട പടമൊന്നുമല്ല, എങ്കിൽ തന്നെയും അത് ഇറങ്ങിയത് ശിവജിക്ക് ഓപ്പോസിഷനാണ്. ഈ തോപ്പിൽ ജോപ്പൻ്റെ കാലാവസ്ഥ കറക്റ്റ് ആണല്ലോ അല്ലേ? തോപ്പിൽ ജോപ്പിന് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ വരെയും കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയും തോപ്പിൽ ജോപ്പിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടും രണ്ടാണ്.
ഇതൊരു ആക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു വേറൊരു മൂഡിൽ എടുത്തേക്കണ ഒരു സിനിമയാണ്. മറ്റേതൊരു സാധാ ഒരു പാവം അച്ചായൻ്റെ കഥകളും ഒരു ഗ്രാമമൊക്കെ ആയിട്ട് വരും. രണ്ടും രണ്ട് അന്തരങ്ങളാണ്. നല്ല അന്തരമുണ്ട് രണ്ടും തമ്മിൽ. രണ്ടിനും ബാധിച്ചിട്ടില്ല. പുലിമുരുകൻ നന്നായി പോകുന്നുണ്ട്, ഇതും പോകുന്നുണ്ട്. ഈ സിനിമയിൽ ഈ അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെടുന്നത് കുറവാണ്, പക്ഷേ മലയാളത്തിലെ യുവതയുടെ മനസ്സിൽ ഇപ്പോഴും താങ്കൾ വളരെ സജീവമാണ്. നേരത്തെ പറഞ്ഞ ഈ ട്രോൾ കാരണം. അങ്ങനെ ഈ ദീപപ്രഭയോടെ താങ്കളെ നിലനിർത്തുന്നതിൽ ട്രോളർമാരോട് പ്രത്യേക നന്ദിയുണ്ടോ? തീർച്ചയായിട്ടും ട്രോളുകൾ എല്ലാവർക്കും എന്ത് കാര്യത്തിനും ട്രോള് പറയുന്നില്ല. പക്ഷെ ആരും വേദനിപ്പിക്കുന്നതാവരുന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരാളെ വേദനിപ്പിച്ചിട്ട് കിട്ടുന്ന സുഖം അത് അയാളുടെ മനസ്സ് നല്ലല്ല. അങ്ങനെ ട്രോൾ ചെയ്യുന്ന ആളുടെ മനസ്സ് തന്നല്ല. നമുക്ക് നമ്മൾ ചെയ്തു വെച്ച വേഷങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ ട്രോൾ വരുന്നത്. അത് ജനങ്ങളുടെ മനസ്സിലുള്ളതുകൊണ്ടല്ല. അത് തന്നെ നമുക്ക് ഏറ്റവും മിക സന്തോഷിക്കാം. നമുക്ക് ഞാൻ ചെയ്ത ക്യാരക്ടർ 18 കൊല്ലം മുമ്പ് ചെയ്ത ക്യാരക്ടർ ഇപ്പോഴും ഈ മിമിക്രിക്കാരെന്ന് പറയുന്ന കലാകാരന്മാരില്ലായിരുന്നുവെങ്കിൽ ഇന്ന് പല നടന്മാരും മരിച്ചു. ജയൻ, നസീർ സാറ്, ഉമ്മർ സാറ്, ഇവരൊന്നും ആരും ജനങ്ങൾ ഓർക്കില്ല. ഒരു ജന്മദിനം വരുമ്പോഴോ അല്ലെങ്കിൽ മരിച്ച ദിവസം വരുമ്പോഴല്ലേ ഇവരെയൊക്കെ കുറിച്ച് ഓർക്കാറുള്ളൂ. മിമിക്രിക്കാർ ഇന്ന് സ്റ്റേജിൽ സജീവമായിട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അന്തരിച്ചുപോയ എല്ലാ നടന്മാരെയും ഇന്ന് പലരും ഓർക്കുന്നത്. അല്ലേ? സത്യമായ കാര്യമാണ്. എന്ന് പറഞ്ഞ പോലെ രമണൻ മരിച്ചിട്ടില്ല. രമണൻ എല്ലാവരും മനസ്സിൽ ഇപ്പോഴും നിൽക്കുകയാണ്. അതുകൊണ്ട് എന്നെ ഓർക്കുന്നത്. ഞാൻ എപ്പോഴും ചെല്ലുമ്പോഴും എല്ലാവരും വെറുതെ ട്രോളിൽ ഇങ്ങനെ സംഭവമുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് പഞ്ചാബി ഹൗസ് ഇന്നാണ് റിലീസ് ചെയ്തെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്. അഭിനയം തീർന്ന സെക്കൻഡുകൾക്കകത്ത് ആ രംഗത്തെ ഓർത്ത് പൊട്ടിച്ചിരിച്ച നിമിഷങ്ങളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് പഞ്ചാബി ഹൗസിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടു എന്ന് പറയപ്പെടുന്ന രംഗത്തിൽ എന്നെ തെറ്റിദ്ധരിച്ച് തല്ലുകയാണെന്ന് പറയുമ്പോൾ നിന്നെ തന്നെയാണ് തല്ലിയത് എന്ന് അത് ടേക്ക് ഓക്കെ ആയതിനു ശേഷം നിങ്ങൾ അതോർത്ത് പൊട്ടിച്ചിരിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്. ആ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് കളഞ്ഞ കോമഡി, അതായത് സമയക്കൂടുതൽ കൊണ്ടും അത് വേണ്ട അവിടെ കൂടുതലാണ് അത് അധികമാണ് എന്ന് പറഞ്ഞ് കളഞ്ഞ കോമഡി ഉണ്ടെങ്കിൽ ഒരു സിനിമയ്ക്ക് ഉള്ള കോമഡി ഉണ്ട്. ഈ ദിലീപിനെ അന്വേഷിച്ച് ഞങ്ങൾ ദിലീപ് നഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ കയ്യിൽ വന്നതിന് ശേഷം ദിലീപ് നഷ്ടപ്പെട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആ ബൂത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് ഞങ്ങൾ അന്വേഷിച്ച് കിടക്കുന്ന ഞങ്ങൾ സന്ധ്യാസമയത്ത് ഒരു ഉന്തുവണ്ടി തട്ടുകടയുടെ വന്നിരിക്കുന്നു, ഒരു ബെഞ്ചിൽ വന്നിരിക്കുന്നു. ഞാനൊരറ്റത്ത്, അനീഫിക്ക് ഒരറ്റത്ത്. ഇനി അവൻ എവിടെ പോയി അന്വേഷിക്കും? അവിടെ സന്ധ്യയായി, എവിടെ പോയി അന്വേഷിക്കും? അപ്പം നടുക്ക് ദിലീപ് ഇരിപ്പുണ്ട്. അപ്പോൾ പറയും ദേ ഇരിക്കണ്ടവൻ എന്ന് പറയുമ്പോൾ ഇത് കടക്കാരൻ കാണും. നിങ്ങളുടെ ആളാണോ? അതെ. ഞങ്ങൾ രണ്ടുപേർക്കും ഓരോ ലഡു കൊണ്ടുവന്ന് തരും. ഇതെന്തിനാ? ഈ ലഡുവിൻ്റെ പൈസയും കിട്ടി ഇവൻ 320 രൂപയ്ക്ക് തിന്നിട്ടുണ്ടെന്ന് ഇവിടെ പറയും ഇവിടുന്ന്. അപ്പോൾ ഇവൻ എവിടെ പോയാലും കുഴപ്പമാണല്ലോ എന്ന് വരുന്നൊരു സീനായിരുന്നു. അങ്ങനെ അനീഫിക്ക് പൈസ എടുത്ത് കൊടുക്കാൻ നേരത്ത് ഇവൻ കയറി ആ ഗ്യാസ് ലൈറ്റിന് സ്റ്റൗ ലൈറ്റ് ഉണ്ടല്ലോ അതിലേക്ക് തിരിക്കും. അപ്പോൾ അനീഫിക്കൊന്ന് തട്ടാൻ നേരത്ത് ഇനി അതും നശിപ്പിക്കുന്ന തട്ടാൻ നേരത്ത് ഈ സാധനം താഴെ വീണു. പിന്നെ ബ്ലാക്ക് ഔട്ടാണ് താഴെ വീഴുമ്പോൾ. പിന്നെ ഇടിയുടെ ശബ്ദം മാത്രമാണ്. അപ്പം ഞാൻ പറയും, മുതലാളി ആൾ മാറിപ്പോയി മുതലാളി എന്നെയാണ് ഇടിക്കണത്, എന്നെ ഇടിക്കല്ലേ, ആൾ മാറിപ്പോയി എന്ന് പറയുമ്പോൾ മുതലാളി പറയും, അനിപ്പിക്ക് പറയും, ആൾ മാറിയിട്ടില്ലടാ, നിന്നെ തന്നെയാണ് ഞാൻ ഇടിച്ചത്, നീയാണ് ഇവനെ കൊണ്ടുവന്നത് എന്ന് പറയുന്നൊരു സീൻ. നല്ല, പക്ഷെ അതൊക്കെ ലെങ്ത്ത് കൂടിയിട്ട് കളഞ്ഞതാണ്. നേരത്തെ ചോദിച്ചല്ലോ, ഈ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ കൊതിയാവും. നമുക്ക് ഈ കോമഡി തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി സെൻറ്റിമെൻറ്റ്സ് ചെയ്യാനായിട്ടൊരു ചെറിയ കൊതി വരും. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞാണ് പലപ്പോഴും. അതിൻ്റെ അകത്ത് ദിലീപ് സംസാരിക്കും എന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ വളരെ വ്യസനിച്ചിരിക്കുകയാണ്. എന്നെ ഞാൻ കടലിൽ നിന്ന് ഞാനാണ് പൊക്കിക്കൊണ്ടുവന്നത്, എന്നിട്ട് ഇവൻ എന്നോട് മറച്ചു വെച്ചല്ലോ ഈ കാര്യം എന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമം. അന്ന് സന്ധ്യക്ക് പഞ്ചാബികളുടെ വീട്ടിൽ ഒരു വരാന്തയിലിരുന്ന് രാത്രി കഞ്ഞി കോരി ഇങ്ങനെ കുടിക്കാൻ പറ്റാതെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ ദിലീപ് വന്ന് പുറയിൽ വന്നിരിക്കും. തോളെ പിടിച്ചിട്ട് പറയും, രമണ നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഞാനെന്തിനാണ് ദേഷ്യപ്പെടുന്നത്, ജീവിച്ച ചങ്ക് പറിച്ചു കൊടുക്കുന്നവനാണ് രമണൻ. അപ്പം നീ വിചാരിക്കണ്ടാവും ഞാനെന്തിനാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന്. ഞാൻ മരിക്കാൻ നേരത്തെ എനിക്ക് ഇത്തിരി കഞ്ഞിവെള്ളം തന്ന ആളാണ് എൻ്റെ മുതലാളി, അയാൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. പിന്നെ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പാടുണ്ടായാലും ശരിയാണ്, ആ കഷ്ടപ്പാടിൽ നിന്ന് കിട്ടുന്നൊരു സുഖം ഞാൻ കണ്ടെത്തും. ഇപ്പോൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന ഈ കഞ്ഞിയില്ലേ, അത് കുടിക്കുമ്പോൾ എനിക്കൊരു സുഖം എന്ന് പറഞ്ഞാൽ കരയും. അതൊറ്റ ഷോട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ദിലീപ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ചില സീൻസിലൊക്കെ. ദിലീപ് ചേട്ടൻ്റെ സീനാണത്, നന്നായി ചെയ്തോളണം, ഒറ്റ ഷോട്ടാണ്, ട്രോളി ഷോട്ടാണ്, ആനന്ദക്കുട്ടേട്ടനാണ് ക്യാമറ, ഒറ്റ ഷോട്ടിൽ ഒറ്റ ഡേയിൽ ചെയ്തു, ഒരു കയ്യടിയൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ് നമുക്ക്. പക്ഷേ സിനിമയുടെ ഡബ്ബിങ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഡയറക്ടർ സിദ്ദിഖിൻ്റെ ഓഫീസിലിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഡബ് ചെയ്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ സരിതയാണ് അതിൽ ഊമയ്ക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നത്. ഇവൾക്ക് എന്താണ് അല്ല ഹീറോയിൻ,
ആ പെണ്ണ് ശബ്ദം കൊടുത്തത് സരിതയാണ്. സരിത മെഡ്രാസിൽ നിന്ന് വിളിച്ചിട്ട് മോഹിനി ശബ്ദം കൊടുത്തത് സരിതയാണ്. അപ്പോൾ സരിത വിളിച്ചിരുന്നു സിദ്ദിഖിനെ ഞാനിരിക്കുമ്പോൾ. സരിത പറഞ്ഞു ഞാൻ ശബ്ദം കൊടുത്ത് കുറച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ദിഖ് പറഞ്ഞു എന്നാൽ കണ്ടിന്യൂ ചെയ്തു, ചിലപ്പോൾ നന്നായിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും. പിന്നെ അശോകൻ്റെ ഒരു സീൻ കണ്ടു, ഇങ്ങനൊരു സെൻറ്റി സീൻ വളരെ നന്നായിട്ടുണ്ട്, അത് നന്നായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതേ അശോകൻ്റെ ഇരിപ്പുണ്ട് കൊടുക്കാമെന്ന് തന്നെ സരിതയുടെ ഫോൺ കോൾ എനിക്ക് തന്നു. സരിത പറഞ്ഞു കൺഗ്രാജുലേഷൻ അശോകൻ, നന്നായിട്ടുണ്ട്, വളരെ രസമായിട്ട് നീ ചെയ്തിട്ടുണ്ട്, അത് ലിമിറ്റായിട്ട് ചെയ്തിട്ടുണ്ട്, അത് ടച്ചിങ് ആണ്, നന്നായി ഡബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഞാൻ റാഫിനെ വിളിച്ചു. റാഫി ഇങ്ങനൊരു സരിത പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷം തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ റാഫി അത് പോവും, അത് കട്ട് ചെയ്ത് പോവും, അതെന്താ? അപ്പം അത് ഞാൻ വന്നിട്ട് പറയാം. സിനിമ വന്നപ്പോൾ ആ സീനില്ല. എനിക്ക് അന്ന് തുടങ്ങി എനിക്ക് ഭയങ്കര വിഷമമായി. കിടന്നുറങ്ങിയിട്ട് ഉറക്കം വരുമ്പോഴൊക്കെ പക്ഷെ അങ്ങനെ ഒരു സെൻറ്റി സീൻ അതിൽ ചെയ്തിട്ട് അത് സെൻറ്റ് ചെയ്യാൻ ഒരു കൊതിയുണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് കോമഡി മാത്രമല്ല ചെയ്യുന്നത്. അങ്ങനെ സിനിമ വന്നു, റിലീസായി, സൂപ്പർ ഹിറ്റ്. ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരും പറഞ്ഞു ഗംഭീരമാണ്, ഓൾ കേരള. പിറ്റേ ദിവസം ഞാൻ വിളിച്ചു റാഫിയുടെ ചെന്നു. റാഫി പടം ഹിറ്റാണെന്ന് പറഞ്ഞിട്ട് ഹിറ്റാണ്, എല്ലായിടത്തും ഹിറ്റാണ്, എന്നാൽ പിന്നെ ആ സീൻ ഇട്ടൂടെ എന്ന് വെച്ചു. ഇനി ആ സീനിട്ട് അശോകനെ കണ്ണു വെക്കും അവർ ആൾക്കാർ എന്നൊരു മറുപടി. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ അത്രയും ഹ്യൂമർ ചെയ്യുന്നൊരു ക്യാരക്ടർ അയാളുടെ ഒരു നൊമ്പരം അവിടെ പറഞ്ഞാൽ ചിലപ്പോൾ ആ പടത്തിനെ ബാധിക്കും. അതാണ് റാഫി പറഞ്ഞൊരു മറുപടി ഡീറ്റെയിൽ ആയിട്ട്. ഈ സിനിമയിൽ പൂർണ്ണമായും എല്ലാം സ്ക്രിപ്റ്റിലുള്ളതാണോ അതോ നിങ്ങളൊക്കെ ഒരുമിച്ച് മുൻപ് സ്റ്റേജ് മുതലേ വർക്ക് ചെയ്യുന്ന ആളുകളാണല്ലോ, സ്വന്തമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടോ? നിസ്സാരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അത് ഡബ്ബിങ്ങിലൊക്കെ പറഞ്ഞേക്കണം. ഇപ്പോൾ ക്യാ ഹുവ എന്ന് പറഞ്ഞാൽ എറിഞ്ഞിട്ട് ക്യാ ഹുവ എന്ന് പറയുമ്പോൾ തേരാവ അതൊക്കെ ലിപ്പ് മാത്രമേ ഉള്ളൂ, ഡബ് ചെയ്ത് കയറ്റിയത്. അല്ലാതെ ഒന്നും 100% സ്ക്രിപ്റ്റ് തന്നെയാണ്. സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞു, സ്ക്രിപ്റ്റിലെ കുറേ സംഭവങ്ങൾ മാറ്റി വെച്ചു ലെങ്ത്ത് കൂടിയിട്ട്. താങ്കൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഈ വിനയൻ മണിക്കൊക്കെ കൊടുത്ത പോലെയുള്ള ചില റോളുകൾ എനിക്കും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ നമ്മൾ സിനിമയിൽ പിന്നെ വിനയൻ്റെ സിനിമയിലൊന്നും ആ ലെവലിൽ കണ്ടിട്ടുമില്ല. കുറേ വർഷം മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂവിലാണ്. ആ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുവാണ് അല്ലേ? ഈ വളരെ സീരിയസ് ആയ ചില റോളുകൾ. ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യ എന്ന് പറഞ്ഞ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോൾ വിനയേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, നീ ഒരു സീരിയസ് ക്യാരക്ടറിൻ്റെ അടുത്ത പടത്തിൽ ഹീറോ ആയിട്ട് ചെയ്യുന്നു. ആർക്കാണ് സന്തോഷം ഉണ്ടാവണം? സന്തോഷം ഉണ്ടാവില്ലേ? അത് അവിടെ കൊണ്ട് അങ്ങോട്ട് തീർന്നു എന്നുള്ളതാണ്. ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഒരു മോഹം തരിക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പറയുമ്പോൾ ഒരാൾ ഇന്ന ആളാകും, ഇന്ന ആളാക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുണ്ട്. അത് കുറച്ചാൾ മനസ്സ് സൂക്ഷിച്ച് പിന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അത് മാറിപ്പോയി, അത്രേ ഉള്ളൂ. ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ ഈ സുരാജും സലീം കുമാറും ഒക്കെ അങ്ങനെയുള്ള റോളുകൾ ആഗ്രഹിച്ചിരുന്ന ഘട്ടങ്ങളിൽ അവർക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പം അവർക്കത് അങ്ങനെ പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടി. താങ്കൾക്കത് കിട്ടിയില്ല എന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഡയറക്ടർമാർ ആ രീതിയിൽ ഒരാളെ അങ്ങ് അളക്കുകയാണോ? ഇനി അങ്ങനെ ഒരു റോൾ കൊടുത്താൽ ചിലപ്പോൾ സക്സസ് ആയില്ലെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഒരു റോള് കൊടുത്താൽ നന്നാകും എന്ന് കരുതിയത് കൊണ്ടല്ലേ ബാവുട്ടിയുടെ നാമത്തിലേക്ക് റോള് വന്നു. അത് അളക്കലല്ലല്ലോ, അളന്ന കറക്റ്റായിരുന്നില്ലേ? എല്ലാവരും പറഞ്ഞു. ആ സിനിമ കണ്ട ഒരാൾ പോലും നീ അത് മോശമായെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു പക്ഷേ അതിന് തുടർച്ചയുണ്ടായില്ല അല്ലേ? അതിപ്പോൾ തോന്നണ്ടേ? നമ്മൾ വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? അളക്കുന്നവർക്ക് തോന്നണ്ടേ? ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട്, കന്യയ്യപ്പൻ പോലുള്ള ആൽബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഗാനങ്ങൾ പാടുന്നത് തുടരുന്നുണ്ടോ ഇടയ്ക്കൊക്കെ? അല്ലെങ്കിൽ കഴിയുന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് പാടുന്നുണ്ടോ, വീട്ടിലിരുന്ന് പാടുന്നുണ്ടോ, മൂളിപ്പാട്ട് പാടുന്നുണ്ടോ? എല്ലാം ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്കിരുന്ന് പാടാറുണ്ട്, മൂളിപ്പെട്ട് പാടാറുണ്ട്, സ്റ്റേജിൽ പാടാറുണ്ട്, കമ്പനി കൂടിയിരിക്കുമ്പോൾ പാടാറുണ്ട്. അത് എനിക്ക് എൻ്റെ സ്വരത്തിൽ എനിക്കറിയാവുന്ന രീതിയിൽ. അതെനിക്ക് സംഗീതം തന്നെ എൻ്റെ ജീവനാണ്. ഞാൻ എവിടെ യാത്ര ചെയ്താലും ശരിയാണ്, റേഡിയോ ആണ് എൻ്റെ ഏറ്റവും. ഇപ്പോൾ FM സ്റ്റേഷനൊക്കെ റേഡിയോയിൽ വന്ന് വണ്ടിയിൽ നിന്ന് കേൾക്കാവുന്ന കൊണ്ടിട്ട് എനിക്ക് റേഡിയോ റിലേ എവിടെയെങ്കിലും ഇടയ്ക്ക് പോയാലേ മാത്രമേ ഞാൻ CD ഇടുള്ളൂ. അത് CD കുറവാണ്, അത്ര നേരം മിണ്ടില്ല, അത് കേൾക്കില്ല. റേഡിയോ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ആസ്വദിക്കുന്ന റേഡിയോ തന്നെയാണ്. പാട്ടും തന്നെ എൻ്റെ ജീവൻ തന്നെയാണ്. കഴിഞ്ഞ വിഷുക്കാലത്ത് വിഷു ആഘോഷിക്കാൻ മനസ്സ് തോന്നുന്നില്ല. വെടിക്കെട്ട് ദുരന്തത്തെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ച പോസ്റ്റ് ഓർമ്മ വരികയാണ്. വെടിക്കെട്ട് ദുരന്തം, ആനകളെ എഴുന്നള്ളിക്കൽ, അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ വളരെ ചെറിയ വാക്കുകൾ താങ്കൾ പ്രതികരിച്ച് കണ്ടിരുന്നു. ഇപ്പോൾ ഈ ആനകൾ എഴുന്നള്ളിക്കുക എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന് മാത്രം എന്താ എത്ര പ്രത്യേകത? എത്ര ആനകൾ എഴുന്നള്ളിച്ചു? ചെയ്യണമെങ്കിൽ ഒറ്റ നിയമം കൊണ്ടുവരണം. ആ നിയമം എല്ലാവർക്കും ബാധകമാണ്. എന്തോരം കാശ് ഇതിനു വേണ്ടി മുടക്കുന്നു, എത്ര ജീവൻ. ആന വേണ്ട എന്നാണ്. ആന വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല, ആന വേണ്ടാന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ആനകളെ എഴുന്നള്ളിച്ച് അപകടങ്ങൾ ഉണ്ടാവരുത്. വെടിക്കെട്ട് നടത്തിയ അപകടങ്ങൾ ഉണ്ടാവരുത്. അപകടങ്ങൾ ഉണ്ടാകുന്ന വിധത്തിലുള്ള വെടിക്കെട്ട് നടത്തരുത്. ഈ വിശ്വാസം, പാരമ്പര്യം, അതിനൊക്കെതിരല്ലേ താങ്കളുടെ വാദം? വിശ്വാസമല്ല ഇത്.
ഇതിപ്പോൾ ഒരാൾ കുറേ ഇപ്പോൾ ഞാൻ ചോദിക്കും വെടിക്കെട്ടിൽ എത്ര പേര് മരിച്ചു, അത് വിശ്വാസം കൊണ്ടാണ്. വിശ്വസിച്ച് നടന്നിരുന്നെങ്കിൽ അന്ന് അവരെ രക്ഷിക്കായിരുന്നില്ലേ? ഈ വിശ്വസിച്ചവർക്ക് എന്തുകൊണ്ട് അവർക്ക് തോന്നാത്തത് അവരെ കൊന്ന എന്തിനാണെന്ന്? ഇതൊക്കെ നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന വാദങ്ങൾ, യുക്തിസഹമാണ് താങ്കൾ പറയുന്നത്. പക്ഷേ ഇത് കേരള സമൂഹത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്നുള്ളതാണ്. അതല്ല ഞാൻ പറഞ്ഞതൊന്നുമല്ല. ഇതുപോലുള്ള അപകടങ്ങളായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അപകടങ്ങളായിട്ടുള്ള ഇനിയൊരു ആന എഴുന്നള്ളിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ആന എഴുന്നള്ളിക്കുമ്പോൾ വെടിക്കെട്ട് നടത്തുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവാത്ത വിധത്തിൽ ചെയ്യണം. 2 സിനിമകൾ, ഒന്ന് പുലിമുരുകൻ, ഒന്ന് തോപ്പിൽ ജോപ്പൻ, രണ്ട് സാഹചര്യത്തിൽ എടുത്തിട്ടുള്ള, ഒന്ന് വലിയ ബിഗ് ബജറ്റ് സൂപ്പർ ആക്ഷൻ സിനിമയാണ്, മറ്റൊന്നൊരു കുടുംബ ചിത്രം വേറെ നിലയ്ക്ക് എടുത്തിട്ടുള്ളതാണ്. ഇത് രണ്ടിനെയും തമ്മിൽ വിലയിരുത്തുകയോ മത്സരത്തിൻ്റെ നിലയിൽ കാണുകയോ വേണ്ടത്. പക്ഷേ ഫാൻസ് എന്ന് പറയുന്ന കൂട്ടം ആളുകൾ ഇതിനെ രണ്ടിനെയും തമ്മിൽ ചേർത്ത് വെച്ച് അവതരിപ്പിക്കുന്നു, ഒന്നിനെ വല്ലാത്ത തരത്തിൽ തരം താഴ്ത്തി കാണാൻ ശ്രമിക്കുന്നു. ആ തരത്തിലുള്ള വലിയ നിലവാര തകർച്ചയുള്ള ഫാൻസ് യുദ്ധം ഇപ്പം നവമാധ്യമങ്ങൾ കാണാനുണ്ട്. അതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ശരിയായൊരു പ്രവണതയാണോ? കഷ്ടം എന്നെനിക്ക് പറയാൻ പറ്റും ഒറ്റ വാക്കിൽ. കാരണം അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. തോപ്പിൽ ജോപ്പിനെ കുറിച്ചിട്ടോ പുലിമുരുകനെ കുറിച്ചിട്ടോ ഈ ഫാൻസിങ്ങിനെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ കാരണം മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന സാധനം അനിവാര്യമാണ്. വല്ലാണ്ട് സെലക്റ്റീവ് ആകുമ്പോൾ നാളെ ഇപ്പം സംവിധായകരോ അല്ലെങ്കിൽ നിർമ്മാതാക്കളോ ഷോനോട് പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് അയാളങ്ങ് വളരെ സെലക്റ്റീവാണ്, നമുക്ക് മറ്റൊരാളെ നോക്കാം എന്ന് പറയുമെന്നൊരു ആശങ്ക, ഒരു പേടിയാണ്. മറ്റൊരാളെ വെച്ചാൽ താങ്കൾ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതല്ല എനിക്ക് പാടില്ലാത്തത്. ഈ സെലക്റ്റീവ് ആയതുകൊണ്ട് സംഭവിച്ചതാണോ? ആയിരിക്കും. അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? എനിക്കങ്ങനെ തോന്നണമൊന്നുമില്ല. കാരണം എനിക്കുള്ളത് എനിക്ക് കിട്ടും. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കുറേ സിനിമകൾ, ചില കഥാപാത്രങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട്. എനിക്ക് ആ സിനിമകൾ ചെയ്താൽ മതി, അങ്ങനെ കിട്ടുന്നത് മതിയല്ലേ? അത് മതി. അതായത് ഞാൻ ചെയ്യാത്ത വേഷങ്ങൾ ഇനി ചെയ്യാൻ പോണത്. ഈ മേഖലയിലേക്ക് താങ്കൾ ഏറെക്കാലം സജീവമായി നിൽക്കുന്ന ഒരു മേഖലയിലേക്ക് മകൻ കൂടി കാലെടുത്ത് വെക്കുകയാണ്. ഒരു മുൻകരുതൽ നിലയ്ക്ക് മകൻ എന്ത് ഉപദേശം കൊടുക്കും ഒരച്ഛൻ? ഞാൻ അതിൽ ഉപദേശിക്കാനൊന്നുമില്ല. കാരണം അവൻ സിനിമകൾ കണ്ട് വളർന്നവൻ തന്നെയാണ്, എൻ്റെ ശിക്ഷണത്തിൽ വളർന്നവനാണ്. അപ്പോൾ അവനറിയാം, അവൻ പല ലൊക്കേഷനിൽ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവൻ എന്താണ് പല ഡയറക്ടർമാരെ അവർക്കറിയാം, എല്ലാം വീട്ടിൽ വരുന്നവരാണ്, സുഹൃത്തുക്കൾ, അവരായിട്ടൊക്കെ ഞാനിത് സംസാരിക്കുന്നതൊക്കെ അവൻ കേട്ടിട്ടുള്ളതാണ്. പിന്നെ അവൻ ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനിക്കാനുള്ള കഴിവ് എൻ്റെ ഉണ്ട്, പിന്നെ പഞ്ച്വാലിറ്റി ഉണ്ട് എൻ്റെ. ഇത് രണ്ടും വേണം, അത്യാവശ്യമാണ്. വളരെ നന്ദി ശ്രീ ഹരിശേഷോകൻ, എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. മിഡ് ദ ഡ്രസ് വേറൊരു അതിഥിയുമായി അടുത്ത ആഴ്ച.